എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ചാർജസിനെയും അവയുടെ ചുറ്റുമുള്ള ഫോഴ്സ് ചെലുത്താൻ കഴിയുന്ന ഒരു മേഖലയും പറ്റിയാണ്. അപ്പോൾ ആ മേഖലയ്ക്ക് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഞാനിവിടെ രണ്ട് ചാർജിനെ എടുക്കാൻ പോവുകയാണ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിത് ക്ലാസ്സിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പോസിറ്റീവ് ചാർജ് എടുത്തു, ദെൻ മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അത് രണ്ടും തുല്യമായിട്ടുള്ള, അതായത് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ചാർജസാണ്. ഇതും ക്യൂ തന്നെ, ഇതും ക്യൂ തന്നെ. സേ ഒരു 1 കൂളം ഈച്ച് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് തുല്യമായിട്ടുള്ള രണ്ട് ചാർജസാണ്, പക്ഷേ ഓപ്പോസിറ്റ് കൈൻഡ്സ് ആണ്. അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവയ്ക്ക് ചുറ്റും ഇവയുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മേഖല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ഫീൽഡ് എന്ന് പറയും. ഫീൽഡ്. ഇപ്പോൾ ഇലക്ട്രിക് ചാർജ് ആയതുകൊണ്ട് നമ്മളതിനെ പറയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി, നമുക്കറിയാൻ വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വരയ്ക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫീൽഡ് ലൈൻസ് അങ്ങനെ ഒന്നും നമുക്കില്ല. ഇതെല്ലാം ഇമാജിനറിയാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വരച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് എപ്പോഴും ദേ ആർ ഔട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് വെളിയിലേക്ക് വരും. അതുപോലെ ആൻഡ് ഇൻ ടു നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആരോ ഹെഡ് ഇടുക. ദേ ആർ ഔട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ഇൻ ടു നെഗറ്റീവ് ചാർജ്. അല്ലെങ്കിൽ they are starting from positive charge and ends on negative charge. Otherwise, they evolve from positive charge and terminate into negative. ഏത് രീതിയിലാണ് പറയാം. എന്തായാലും പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിൽ അത് എൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ വരയ്ക്കാം. അനേകം ഫീൽഡ് ലൈൻസിനെ നമുക്ക് വരയ്ക്കാം. അതായത് ഈ ചാർജിന് ചുറ്റും നമുക്ക് പേന വെച്ച് വരയ്ക്കാൻ പറ്റുന്ന എത്ര എണ്ണം വേണം വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം, പേന വെച്ച് വരയ്ക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കൂടുതൽ വരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് പിന്നെ നമുക്കത് കാണാൻ പറ്റാതാവും, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്ന് ആയിപ്പോവും. അപ്പോൾ നമുക്കത് ഡിസ്റ്റിങ്വിഷ് ഓരോ ലൈൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ലൈൻസൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. നമ്മളത് നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ച് വരയ്ക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ചാർജിന് ചുറ്റും ഇങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. എല്ലാ ദിശയിലേക്കും ഇതുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അത് എന്തായാലും നെഗറ്റീവിൽ അത് എൻഡ് ചെയ്തിരിക്കും. ഒരിടത്തും ഈ ഫീൽഡ് ലൈൻസ് ഒരിടത്ത് വെച്ച് മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെഗറ്റീവിൽ അത് എൻഡ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ പറ്റും. ആ ദിശ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ടാൻജൻറ്റ് വരയ്ക്കും. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇവിടുത്തെ ദിശ കാണണമെങ്കിൽ ഇവിടുന്ന് ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് അതിൻ്റെ ദിശ കിട്ടും. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. അതല്ല ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എവിടുത്തെ ടാൻജൻ്റാണോ വരയ്ക്കുന്നത് ആ ടാൻജൻറ്റ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശയെ സൂചിപ്പിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസ്. അപ്പോൾ ഇതിനൊരു പൊളാരിറ്റി പോസിറ്റീവും ഇതിൻ്റെ പോളാരിറ്റി നെഗറ്റീവുമാണ്. അപ്പോൾ രണ്ട് പോൾസ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഈ രണ്ട് പോൾസുകളെയും വളരെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈ എന്ന് പറയും. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടെന്നാണ്, 2. അപ്പോൾ രണ്ട് പോൾസ് ഇങ്ങനെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് എന്താണ്, ഡൈപോൾ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആയതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾസ് എന്ന് പറയും. ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജസിനെ പറഞ്ഞു, ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജസ് അവയെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. Two equal and opposite charges separated by a very short distance constitute an electric dipole. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോൾ നമ്മളിങ്ങനെ ഒരു ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ചാർജസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ചുറ്റും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു മേഖല ഉണ്ടാവും. ആ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടൊക്കെ കാണാം, ഇതിൻ്റെ ചാർജിൻ്റെ സൈഡിലോട്ടും കാണാം, ഇങ്ങോട്ടും കാണാം അല്ലേ, അതുപോലെ ഇങ്ങോട്ട് കാണാം, ഈ പോയിന്റിലോട്ടൊക്കെ കാണാം, അതുപോലെ ഇങ്ങോട്ടും കാണാം, ഇങ്ങോട്ട് കാണാം, എല്ലാ സൈഡിലേക്കും. അതായത് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷൻ സ്പേസിൽ കാണുമ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനടുത്തേക്ക് മറ്റൊരു ചാർജിനെ കൊണ്ടുപോകുമ്പോൾ അതിൽ എത്രമാത്രം ബലം അനുഭവപ്പെടുന്നു, എത്രമാത്രം ഫോഴ്സ് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് ചാർജ് എന്ന് പറയും. ടെസ്റ്റ് ചാർജ് സാധാരണയായിട്ട് ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കൂളമുള്ള പോസിറ്റീവ് ചാർജിനാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെവിടുത്തെ എങ്കിലും ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യാൻ, അതല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അതിൽ മറ്റ് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ അതിൽ എത്രമാത്രം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അതാണ് നമ്മൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൂളംസ് ലോ ഇലക്ട്രിക് പിന്നെ ഡയലക്ട്രിക്സിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇ എന്ന് പറയുന്നത് = 1/4πε0 Q/, അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഞാൻ ഇവിടെ 6 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ r². ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് കൂളംസ് ലോ. കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. അല്ലാതെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ E = F/Q എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണിത്. ഈ ഫോഴ്സിനെ മറ്റൊരു ചാർജിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതിൽ എത്രമാത്രം ഫോഴ്സ് എടുക്കുന്നു, അതാണ് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ F = 1/4πε0. അവിടെ രണ്ട് ചാർജ് ഉണ്ടായിരുന്നു, Q1 Q2 r². ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഈ Q1 ഉം Q2 ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്വയർ ആണത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ Q1 ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ Q1 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ Q2 ചാർജിന് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ Q2 Q1 കൊണ്ട് എത്രമാത്രം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും, അതാണ്. അപ്പോൾ F/Q2 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിപ്പോകും. അപ്പോൾ ഞാൻ ഇവിടെ 1, 2 എന്നുള്ളത് കൊടുക്കാത്തത് രണ്ട് ചാർജസും ഈക്വലും ആണ്, ഓപ്പോസിറ്റും ആണ്, അതാണ്. അപ്പോൾ രണ്ടും Q1 അല്ലെങ്കിൽ Q1, ഇത് Q2 കൊടുത്താൽ ഇതും Q2. അതിനേക്കാൾ നല്ലത് നമ്മൾ Q എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് അതിങ്ങനെ ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പം ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജിൻ്റെ അടുത്ത് ഇൻറ്റൻസിറ്റി കൂടുതലും അകന്നകന്ന് പോകുന്നതോറും ഡിസ്റ്റൻസ് കൂടുന്നതോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും, അതായത് വേരി ചെയ്യും. അത് നമ്മൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അതും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നിങ്ങൾ ക്ലാസ്സിലെ യൂണിഫോമിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, എല്ലാവർക്കും ഒരുപോലെ. ഇപ്പോൾ നോൺ യൂണിഫോം ആകുമ്പോൾ വ്യത്യസ്തമായിരിക്കും, ഓരോ പോയിന്റിലും ഇൻറ്റൻസിറ്റി വേരിയിങ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഡിഫറൻറ്റ് പോയിന്റ്സ്. അപ്പോൾ അതാണ് നോൺ യൂണിഫോം എന്ന് പറയുന്നത്. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അവിടെ കൺസ്ട്രക്ട് ചെയ്യും. ഇങ്ങനെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പ്ലേറ്റ്. ഇപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ എർത്ത് ചെയ്തെന്ന് വയ്ക്കുക. ഇതിൽ നമ്മളൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ
എല്ലാം പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ വരും, ഇവിടെ നെഗറ്റീവ് ചാർജസ് വരും. ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഇമാജിനറി ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ വി ആണ്. ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് നമ്മൾ എഴുതും. വി എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ ഇത് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. ഇവിടെ എല്ലായിടത്തും സെയിം ഇൻറ്റൻസിറ്റിയാണ്. പക്ഷേ അതേസമയം ഇതാണെങ്കിൽ അങ്ങനെയല്ല. ഇതിൽ നിന്ന് ഈ ചാർജിൻ്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോകുന്നതോറും ഡിസ്റ്റൻസ് കൂടി പോകുന്നതോറും ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്ത് വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്തിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്, പിന്നെ എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇതിനൊരു മൊമെൻ്റ് ഉണ്ടായിരിക്കും, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയും. ഇലക്ട്രിക് ചാർജസ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അതെന്താണ്? അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ പി എന്ന് പറയും. പി എന്നുള്ള ഇലക്ട്രോണാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2L × Q. ഈ 2L എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ചാർജസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് 2L. അപ്പോൾ ഈ 2L എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ചാർജസിന് വെരി ഷോർട്ട് ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ 2L എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. എല്ലാ അമ്മൻ്റെയും അതിനേക്കാളും ചെറുതാവും. പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഈ 2L എന്ന് പറഞ്ഞ് കൊടുത്തത് നമുക്ക് എല്ലാം എടുത്താലും മതി. പക്ഷേ അത് നമ്മൾ രണ്ടായിട്ട് എടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് ഇതുവരെ എൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം എടുക്കുമ്പോൾ L/2 എന്ന് എടുക്കേണ്ടി വരും. ഫ്രാക്ഷൻ വരെ ഇവിടെ അങ്ങനെ L/2 എന്ന് എടുക്കുന്നത്. അത് 2L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ L അങ്ങനെ എടുത്താൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ 2L എന്ന് എടുത്തത്. അപ്പോൾ അതിൽ വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നതാണ് ഇവിടെ 2L എന്ന് ഞാൻ എടുത്തിരിക്കുന്നത്, ഡൈപോൾ ലെങ്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, മീറ്ററാണ്. ചാർജിൻ്റെ യൂണിറ്റ് നമുക്ക് കൂളം എന്നറിയാം. അപ്പോൾ കൂളം മീറ്റർ എന്ന് നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡൈപോൾ കൊണ്ട് അതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ എവിടെയെങ്കിലും, അപ്പോൾ ഇത് ഈ സൈഡിലോട്ട് വരുന്നത് നമ്മളിതിൻ്റെ ആക്സിസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയും. ആക്സിയൽ ലൈൻ ഇപ്പോൾ നമ്മൾ ആക്സിയൽ ലൈൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ആക്സിയൽ ലൈനിൽ കാണും. ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പോയിന്റോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും? ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സിലബസിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദി ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്താണെന്നറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്നറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡൈപോളിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ചാർജസിനെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഇത് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ എക്സാമിനെല്ലാം കുറച്ച് വലുതായിട്ട് തന്നെ വരയ്ക്കണം. ചെറുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൺജസ്റ്റഡായി പോകും. അപ്പോൾ എക്സാമിന് വാല്യൂ ചെയ്യുമ്പോൾ അതൊരു പാടായിട്ട് വരും. ഡിസ്റ്റൻസ് ഒക്കെ നോക്കാനൊക്കെ പാടാകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഡയഗ്രാം ഒക്കെ കുറച്ച് വലുതായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇത് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഡൈപോൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം പോസിറ്റീവ് ചാർജ് വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഞാൻ റെഡ് കളർ ഇട്ടാണ് പോസിറ്റീവ് ചാർജ് വരച്ചത്. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ്, അത് ബ്ലൂ കളർ ഇട്ട് ഞാൻ വരച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ റെഡിൻ്റെത് ഞാൻ റെഡ് കളർ ഇട്ട് തന്നെ എഴുതാൻ പോവുകയാണ്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് ഇ, ഇത് എ എന്നിരിക്കട്ടെ, ഈ ചാർജ് എ ആണെന്നിരിക്കട്ടെ. അപ്പോഴിത് ഇവിടെ ഇരിക്കുന്ന ചാർജ് ആണ് എ, ഈ ചാർജ് ബി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജുമാണ്. രണ്ടും ഓരോ കുളം വീതമാണ്. അപ്പോൾ ഇത് ക്യൂ ആണ്, ഇതും ക്യൂ ആണ്. രണ്ടും ഓരോ കുളം വീതമാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈപോളിൻ്റെ ലെങ്തിനെ നമ്മൾ ഡൈപോൾ ലെങ്ത് ഞാൻ 2L എന്ന് പറഞ്ഞെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഈ ചാർജിൻ്റെ സെൻറ്ററിൽ നിന്ന് കേട്ടോ,
ചാർജിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസാണ് ഞാൻ ഇതിൻ്റെ ഡൈപോൾ ലെങ്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് വരച്ച് ഇത് കാണാൻ പറ്റുന്നു അല്ലേ? ശ്രദ്ധിച്ചു. ഇതാണ് ഡൈപോൾ ലെങ്ത്. അതായത് ഈ രണ്ട് ഡിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള AB എന്ന് പറയുന്ന ദൂരമാണ് 2L. ഇതാണ് നമ്മൾ ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇത് നമ്മൾ P എന്നുള്ള ലെറ്റർ കൊണ്ടാണ് P = എന്താണ് 2L × Q. ഏതെങ്കിലും ഒരു Q, എനി വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. അതാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഈ എന്ന് പറയുന്നത്, ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q/ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ഒരു 6 എന്ന് എടുക്കുന്നു, അതുകൊണ്ട് r² എന്ന് എഴുതി. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2L എന്ന് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അത് ഡിസ്റ്റൻസിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ റെഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബ്ലൂവിൻ്റെത് ഇതാണ് 1/4πε0 Q/ അത് r² എന്ന് എഴുതി. r എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ആണ്. ഏത് പോയിന്റിൽ നിന്ന് ആണ് നമ്മൾ ഇൻറ്റൻസിറ്റി നോക്കുന്നത്, ആ പോയിന്റിൽ നിന്ന് ഈ ചാർജ് വരെയുള്ള ദൂരമാണ് r എന്ന് എഴുതിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈൻ ഇതാണ്. അപ്പോൾ അതിനെ ഞാൻ വരയ്ക്കുന്നു. ഇതാണ് ആക്സിയൽ ലൈൻ. അപ്പോൾ ഈ ആക്സിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കും. ഈ പോയിന്റിനെ ഞാൻ P എന്ന് പേര് കൊടുക്കും. P എന്നോ C എന്നോ എന്ന് കൊടുക്കുക. ഞാൻ ഇപ്പോൾ P എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കാണാം. അപ്പോൾ നമുക്കറിയാം ഈ Aയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്ത് ചെയ്യും? പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് Bയിൽ വന്ന് ചേരും അല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവിൽ വന്നാൽ എൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാടെണ്ണം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം Aയിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. കണ്ടോ? എല്ലാ ഫീൽഡ് ലൈൻസും പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. ഈ നെഗറ്റീവ് ചാർജിലേക്കാണ് എല്ലാം എൻഡ് ചെയ്യുന്നത്. എല്ലാ ഫീൽഡ് ലൈൻസും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്ക്. അപ്പോൾ ഇവിടെ ഈ P എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻറ്റൻസിറ്റി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്, അവിടെ നിന്ന് വരുന്നതാണ്. പക്ഷെ ഞാനിത് ഫുള്ള് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ Bയിലിരിക്കുന്ന ചാർജിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. കണ്ടോ? എലോങ് P. അപ്പോഴതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിങ്ങനെ വരയ്ക്കും. PB ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അതുപോലെ Aയിലിരിക്കുന്നത് വെളിയിലോട്ടാണ്, പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് വരയ്ക്കാൻ അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. അതായത് AP, Aയിൽ നിന്ന് Pയിലേക്ക് അതാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ രണ്ട് ഇൻറ്റൻസിറ്റി കിട്ടി. അപ്പോൾ നമുക്കറിയാം ഈ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഈ ഡൈപോളിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഈ സെൻറ്ററിൽ നിന്ന് ഈ P എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ദൂരം ഞാനൊരു സ്മോൾ ലെറ്റർ R എന്ന് കൊടുക്കും. അപ്പോൾ അതാണ് ഈ R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് എടുത്ത് R എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ സെൻറ്ററാണ് ഞാൻ ഈ O എന്ന് മാർക്ക് ചെയ്ത്, ഈ ഡയഗ്രത്തിലുള്ള സെൻറ്ററാണ് എന്താണ് O മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ P എന്ന് പറയുന്ന പോയിന്റിൽ Bയിലിരിക്കുന്ന ചാർജുള്ള ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം, Aയിലിരിക്കുന്ന ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഡിസ്റ്റൻസിൽ നിന്നുള്ള ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ B എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ B മുതൽ P വരെയുള്ള ദൂരം നമ്മൾ മെഷർ ചെയ്യണം. B മുതൽ P വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതുണ്ടോ, ഈ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത് മുതൽ ഇതുവരെയുള്ള ദൂരമാണ് R എന്ന് നമ്മൾ മാർക്ക് ചെയ്തത്.
പക്ഷെ നമ്മൾ ഇനി അടുത്ത് ബിയിൽ നിന്ന് എടുക്കുമ്പോൾ അതായത് ഇതിൽ ഇത്രയും വരെ മതി, ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്, എല്ലാണ് ഇത്രയും ദൂരം. അതായത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാണ്. അപ്പോൾ ഈ വലിയ ഡിസ്റ്റൻസ് ആറിൽ നിന്ന് എൽ കുറച്ചാൽ മതി. ഇവിടെ ബിയിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം കിട്ടും. അപ്പോൾ ആർ മൈനസ് എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ആ ദൂരത്തിന്. അപ്പോൾ ഈ ബി എന്നിലിരിക്കുന്ന ചാർജാണ് ഇതിനടുത്തിരിക്കുന്ന ചാർജ്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതായത് ഈ ബിയിലിരിക്കുന്ന ചാർജ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി ഞാൻ ഈ ബി എന്ന് പറയുന്നു. അപ്പോൾ അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ചാർജിൻ്റെ അടുത്തോട്ട് വരുന്തോറും ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇതിനടുത്തിരിക്കുന്ന പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. എ അപേക്ഷിച്ച് ബി എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റ് അടുത്താണ്, അതുകൊണ്ട് ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ഇനി എയിലെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുമ്പോഴോ ഇത് തൊട്ട് മെഷർ ചെയ്യണം. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇത് തൊട്ട് ഇങ്ങനെ മെഷർ ചെയ്യണം, ഇങ്ങേറ്റം വരെ മെഷർ ചെയ്യണം. അതെന്ന് പറയുന്നത് ഇതുവരെ നമുക്കറിയാം, ഇതിൻ്റെ സെൻറ്ററിലുള്ള ദൂരമാണ് 6, ഇത്രയും കൂടെ കൂട്ടണം. അപ്പോൾ ആർ പ്ലസ് എൽ ആയിരിക്കും. അതാണ് എ എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയാലോ. ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എയിലുള്ള ചാർജ് കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി ഈ എ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 അല്ലേ, ക്യൂ ബൈ എ എന്നുള്ള ദൂരം എന്ന് പറയുന്നത് ആർ പ്ലസ് എൽ ആണ്, ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ഈ ജനറൽ എക്സ്പ്രഷൻ ഉണ്ടോ 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ള ഈ ഇക്വേഷൻ. ഈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ദൂരം എന്ന് പറയുന്നത് ചാർജിൽ നിന്ന് ഏത് പോയിന്റിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചാർജ് ആ ടെസ്റ്റ് ചാർജ് ഇതും തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതും ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ് നമ്മളിവിടെ എടുത്തത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ ബിയുടെ എഴുതുമ്പോഴോ എങ്ങനെ ഇരിക്കും? ഈ ബി എന്ന് എഴുതാം. ഈ ബി ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബി മുതൽ പി വരെ മതി. ബി മുതൽ പി വരെ മതി. ഇപ്പോൾ ഇത് തൊട്ട് ഇതുവരെ മതിയാവും. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം നോക്കി അറിയാം. ഇത് തൊട്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ മൈനസ് എൽ ആണ്. അപ്പോൾ ഇവിടെ ആർ മൈനസ് എൽ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രത്തിൽ നിന്നാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്, ഡിസ്റ്റൻസ് എല്ലാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം ഈ ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ വരയ്ക്കും, നെഗറ്റീവ് ചാർജ് ഇവിടെ വരയ്ക്കും, അതൊന്നും ഒരു വിഷയമല്ല. ഏത് ചാർജാണോ അടുത്തിരിക്കുന്നത് അവിടെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. നിങ്ങൾ മാഗ്നറ്റും ചെറിയ മുട്ടുസൂചിയൊക്കെ വെച്ച് നിങ്ങൾ ചെറുതിലെ അട്രാക്ട് ചെയ്തൊക്കെ നോക്കിക്കാണും അല്ലേ. അപ്പോൾ മാഗ്നറ്റിൻ്റെ അടുത്ത് മുട്ടുസൂചിയെ കൊണ്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? പേപ്പറിന് ഒക്കെ വയ്ക്കുന്നില്ലേ പിൻ, അത് കൊണ്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അടുത്താണെങ്കിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, അകലെയാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് അട്രാക്റ്റീവ് അതിൻ്റെ ഫോഴ്സ് അല്പം കുറവായിരിക്കും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇത്. നമുക്ക് പിന്നെ ചാർജിനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ DC വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ ഇത് ഒരു ചാർജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം ഒന്ന് മൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ വളരെ ഉയർന്ന വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. പറഞ്ഞത് ഒരു 200 വോൾട്ട് DC എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് നമ്മൾ വെറും ഒരു നാക്കഡ് കൈ കൊണ്ടൊക്കെ നമ്മൾ എടുക്കുന്നത്, DC വയറൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊടുന്നത് ഡേഞ്ചറസ് ആണോ, തീപ്പൊള്ളലേക്കാനോ അല്ലെങ്കിൽ പിന്നെ ഷോക്ക് ഏൽക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീട്ടിൽ വെച്ച് കാണിക്കുന്നത് വളരെ പ്രയാസമാണ്. എന്തെങ്കിലും അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ലാബൊക്കെ അറേഞ്ച് ചെയ്താലേ നമുക്കത് എക്സ്പെരിമെൻ്റ് വെച്ച് നമുക്കത് പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഫീൽഡൊക്കെ നമുക്ക് മെഷർ ചെയ്യാനോ കാണിക്കാനോ ഒക്കെ പറ്റും. അത് വളരെ കെയർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ഹൈ വോൾട്ടേജ് DC ഒക്കെ നമുക്ക് കൈ കൊണ്ട് എടുക്കുന്നത് വളരെ പാടാണ്. കൈ കൊണ്ട് തൊടുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ചെറിയൊരു 1.5 ബാറ്ററി വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അപ്പോൾ അത് വളരെ കുറച്ച് വോൾട്ടേജ് ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്കത് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ആ 2 ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കിപ്പം അറിയാം. ഈ 2 ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡയഗ്രത്തിൽ തന്നെ എഴുതാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ 2 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ? അടുത്തിരിക്കുന്നതിന് ഇൻറ്റൻസിറ്റി കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് അടുത്തിരിക്കുന്നത്? ബി എന്ന് പറയുന്ന ചാർജാണ് അടുത്തിരിക്കുന്നത്, ശരിയല്ലേ? ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് അടുത്ത് ഉള്ള ചാർജ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബിയുടെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതായത് ഈ ബി എന്നുള്ളത് ഈ എയേക്കാളും കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക. നമ്മളതിനെ വെക്ടർ സം എന്ന് പറയും. നമ്മളിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി
വലിയ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ചെറിയ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, ബാക്കിയെല്ലാം മാത്തമെറ്റിക്കൽ സ്റ്റെപ്സാണ്. ഇത്രയാണ് നമുക്ക് അതിൽ ഫിസിക്സ് എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം മാത്തമെറ്റിക്കൽ സ്റ്റെപ്സാണ്. നമ്മൾ ഇത്രയും എഴുതി ലാസ്റ്റ് എക്സ്പ്രഷനും ഫൈനൽ ആൻസറും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നിങ്ങൾ എഴുതിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഡയഗ്രാം വരച്ച് പഠിക്കുക. ഈ ഐഡിയാസ് എല്ലാം മനസ്സിൽ വേണം. ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ വേണം, ഡിസ്റ്റൻസ് വേണം, ഡൈപോൾ എന്താണെന്ന് അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷനും എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത മാത്തമെറ്റിക്കൽ സ്റ്റെപ്സിലേക്ക് പോകാം. നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ എയുടെ ഇക്വേഷനാണ്. ഈ എ ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഈ ബി ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ. ഇതാണ് 2 ഇക്വേഷൻ. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പി എന്ന് പറയുന്ന പോയിന്റ്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല, പി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ഈ പോയിന്റ്, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ വലിയ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ചെറിയ ഇൻറ്റൻസിറ്റി സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടെ ഇവിടെ അനുഭവപ്പെടുമല്ലോ, 2 ഇൻറ്റൻസിറ്റിയുടെ അനുഭവപ്പെടും. അപ്പോൾ അതിൽ വലുതിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതൽ, മറ്റേത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നത്. അപ്പോൾ ഇവിടുത്തെ വലിയ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ബിയിലിരിക്കുന്ന ചാർജാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇ എന്ന് എടുക്കുന്നു. ഇ ഈസ് ഈക്വൽ ടു വലിയ ഇൻറ്റൻസിറ്റി ഇ ബി മൈനസ് ഇ എ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയെല്ലാം മാത്തമെറ്റിക്കൽ സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇ ബി ആദ്യം എഴുതുക. എന്താണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ മൈനസ് അല്ലേ, സെപ്പറേറ്റ് ചെയ്യാണ്, മൈനസ് ഈ എ എന്ന് പറയുന്നത് 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സാണ് ഇതെല്ലാം ഇനിയുള്ളത്. അപ്പോൾ ഇതിൽ വേറെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളതെല്ലാം ഒരു ബ്രാക്കറ്റ് ഇട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഇപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്യൂ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 1/4πε0 ഉണ്ട്, ഇവിടെ അതുപോലെ ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ളതൊക്കെ മാറ്റുക. ക്യൂ ഡിവൈഡ് ബൈ 4πε0 കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് ഇതാണ് 1/R മൈനസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് 1/R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഇതാണ്. ഇപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ LCM എടുത്ത് ഇതിനെ സോൾവ് ചെയ്യാം. ബാക്കി വെളിയിൽ കോമൺ എടുത്തത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. Q ഡിവൈഡ് ബൈ 4πε0 അങ്ങനെ ഇട്ട് ബാക്കി ഇവിടെ ഉള്ളത് ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചേർക്കാം, ഡിനോമിനേറ്റർ. അതായത് R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തു. ഇനി ചെയ്യാൻ പോണത് ഇതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഡിവൈഡഡ് ബൈ R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ R മൈനസ് എൽ ഹോൾ സ്ക്വയർ പോവും, ഇതും പോവും. ഈ ഡിനോമിനേറ്ററായിട്ട് ഇപ്പോൾ ഉള്ളത് R പ്ലസ് എൽ ഹോൾ സ്ക്വയർ ആണ്. അത് നേരെ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ ഇത് കിട്ടും, R പ്ലസ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കുഴപ്പമില്ല, മനസ്സിലായിട്ടോ? ഇവിടെ മൈനസ് അങ്ങനെ ഉണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യും? അടുത്തത് ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ R പ്ലസ് അല്ലേ ഉള്ളൂ, അത് ക്യാൻസൽ ആയി പോകും. ഈ ഡിനോമിനേറ്റർ R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇട്ട് അത് നേരെ ന്യൂമറേറ്റർ, അത് നമുക്ക് ഇവിടെ കിട്ടും. R മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷനാണ് ഇത്. ഇതായി ഈ കാര്യം എന്താണെന്ന് നോക്കി നോക്കൂ. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്കറിയാമെന്നുള്ള റിസൾട്ടാണ് അല്ലേ ഇതാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഇല്ല, ഇവിടെ ഒരു സ്ക്വയർ ഇവിടെ ഇട്ടാലോ. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയും. ഇത്രയും വരും. അപ്പോൾ അതുപോലെയാണ് ഇതും കിടക്കുന്നത്.
അപ്പോൾ അതിനെ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ എഴുതാം. ആർ സ്ക്വയർ, എക്കും ബിക്കും വരെ 6 കിലോയാണ്. ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ആയി. ഇനി അടുത്ത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. നമുക്കറിയാമെന്നുള്ളതല്ലേ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഓർമ്മിച്ച് നോക്കാം. നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷനും നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങളിത് കുറച്ച് ദിവസം കൊണ്ട് എഴുതാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പം മറന്നുപോയെന്ന് വരാം. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അതുപോലെ ഇവിടെ ഇപ്പോൾ പ്ലസ് വന്നതുപോലെ ഇത് മൈനസ് വന്നാലോ? എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ വന്നാലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാവും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. കണ്ടു, ഈ മൈനസ് ഉള്ളിടത്ത് ഒരു പ്ലസ്, ഈ പ്ലസ് ഉള്ളിടത്ത് ഒരു മൈനസ്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അത് ആ റിസൾട്ട് ഓർമ്മിച്ച് വെച്ചിട്ടാണ് ഇത് എഴുതാനുള്ളത്. നമുക്ക് അത് എഴുതാം. എൻ്റെ ഫൈനൽ എഴുതിക്കൊണ്ട് പോകാം. അപ്പോൾ അതെങ്ങനെ വരും? ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കോമൺ ആയിട്ട് എടുത്തത് അതുപോലെ അങ്ങ് എഴുതുക. അതായത് q ഡിവൈഡ് ബൈ 4πε0 അതുപോലെ എഴുതി. ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആർ പ്ലസ് എൽ, അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് 2rl പ്ലസ് എൽ സ്ക്വയർ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് അതുപോലെ ഇട്ടു. ആ മൈനസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ ടു ദീസ് ബ്രാക്കറ്റ്, ഈ കംപ്ലീറ്റ് ബ്രാക്കറ്റിനകത്തുള്ള ടേംസിനുള്ള എല്ലാം ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതാവൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ മൈനസ് 2rl പ്ലസ് എൽ സ്ക്വയർ ഇങ്ങനെയുണ്ട്. പിന്നെ ഡിനോമിനേറ്റർ നമ്മളിപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ നമ്മളിപ്പോൾ ചെയ്തതാണ് ഇത്. അപ്പോൾ അതുപോലെ എഴുതുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് അറിയാം. അപ്പോൾ ഇത്രയും നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം വന്നിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്സിലേക്ക് പോകണം. ഇതിനെ ഇനി ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സിലേക്ക് നോക്കും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, ഇക്വേഷൻ ഇതാണ്. അതായത് ഇ ഈസ് ഈക്വൽ ടു q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. ആർ സ്ക്വയർ പ്ലസ് 2rl പ്ലസ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2rl പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകാം. അതായത് മൈനസ് ഉണ്ടാകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. അപ്പോൾ ഈ ഈസ് ഈക്വൽ ടു q ഡിവൈഡ് ബൈ 4πε0 നമ്മൾ കോമൺ ആയിട്ട് എഴുതിയതാണ്, അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇതിനെ ചെയ്യുമ്പോൾ ഇതതുപോലെ തന്നെ ഈ ഇത്രയും വരെ ആർ സ്ക്വയർ പ്ലസ് 2rl പ്ലസ് എൽ സ്ക്വയർ, ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഇൻറ്റു പ്ലസ് ആർ സ്ക്വയർ ആകുമ്പോൾ മൈനസ് ആർ സ്ക്വയർ ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, 2rl അവിടെ ഉണ്ട്. ഈ മൈനസ് ഇൻറ്റു ഈ പ്ലസ് മൈനസ് ആയി, എൽ സ്ക്വയർ അവിടെ ഉണ്ട്. ഇപ്പോൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആയി. താഴെയുള്ളത് അതുപോലെ എഴുതുക. ഡിനോമിനേറ്റർ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ അതുപോലെയാണ് എഴുതി. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ നോക്കുമ്പോൾ ഇതിനകത്ത് മൈനസും പ്ലസും ഉള്ള ഒരേ പോലത്തെ ടേംസ് ഉണ്ടല്ലോ, ലൈക്ക് ടേംസ്. ഈ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ അതായത് ഈ ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോകും, ഇവിടുത്തെ ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് ഏതാണ്? പിന്നെ ഒരു എൽ സ്ക്വയർ, ഒരു മൈനസും ഒരു പ്ലസ്, ഇതൊരു പ്ലസും ഇതൊരു മൈനസും ക്യാൻസൽ ആയി പോകും. ഉണ്ടോ? ബാക്കി അവിടെ എന്തൊക്കെയുണ്ട്? ബ്രാക്കറ്റിനകത്ത് ഉള്ള ടേംസ്, ബാക്കി ബ്രാക്കറ്റിന് വെളിയിലുള്ളത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ഇവിടെ ഒരു 2rl ഉണ്ട്, ഇവിടെ ഒരു 2rl ഉണ്ട്. അപ്പോൾ 2rl പ്ലസ് 2rl 4rl അതുപോലെ എഴുതി. ബാക്കി ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം അല്ലേ? 2 × 2 പറഞ്ഞാൽ 4 ആണ്, അറിയാമെന്നുള്ളതാണ്. 2 × 2 4 ആണ്. അപ്പോൾ അതുപോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഈസ് ഈക്വൽ ടു ഇവിടെ q അല്ല, ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പോവുകയാണ്. 1/4πε0 അങ്ങനെ എഴുതി ക്യൂവിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. 2 × 2 4ന് 2 × 2 എന്ന് എഴുതി. 2 q അകത്തേക്ക് ഇടുമ്പോൾ QRL എന്ന് എഴുതി.
ബാക്കി താഴെ ഡിനോമിനേറ്റർ ഉള്ളത് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ അതുപോലെ. അപ്പോൾ നമുക്കറിയാം 2LQ എന്ന് പറയുന്നതാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. 2LQ ആണ് ഡൈപോൾ ലെങ്ത് അല്ലേ. 2LQ ഞാനത് മറ്റൊരു കളർ ഇട്ട് എഴുതിയാണ്. 2LQ ഇതാണ് അത് പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഈ 2L എന്ന് പറയുന്നതാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. 2L ഇതാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഡൈപോൾ ലെങ്ത്. അപ്പോൾ ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മൾ പറഞ്ഞത് ഡൈപോൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡൈപോൾ എന്നാണ്. അപ്പോൾ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് 2L എന്ന് പറയുന്നത്. അപ്പോൾ L എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനേക്കാളും ചെറുതായി. L എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി അല്ലേ. ഇനി L സ്ക്വയർ ആണെങ്കിലോ അതിനേക്കാളും ചെറുതാവും. ചെറിയൊരു നമ്പർ ഇപ്പോൾ 0.1 എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് സ്ക്വയർ ചെയ്ത് എന്ത് ചെയ്യും, 0.01 ആയിട്ട് മാറും. ശരിയല്ലേ. അപ്പോൾ അത് ചെറിയ നമ്പറിന് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറുതായി വരും. വലിയ നമ്പറിന് സ്ക്വയർ ചെയ്താൽ കുറച്ച് വലുതായിട്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മളിവിടെ ആറും എല്ലും കമ്പയർ ചെയ്യുമ്പോൾ, ആറെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. നമ്മൾ ആദ്യം വരച്ച ഡയഗ്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആറും എല്ലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആറെന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിസ് ലൈനിൽ കൂടെയുള്ള ഡിസ്റ്റൻസാണ്, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്. അത് എല്ലിനെക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും, എല്ലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ചെയ്യും. ഇപ്പോൾ ചെറിയൊരു നമ്പർ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനെ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെയും അതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആർ സ്ക്വയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അല്ലേ, ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. നെഗ്ലക്റ്റ് എൽ സ്ക്വയർ. എൽ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. എൽ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എങ്ങനെയാവും, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 2 × QR L ഡിവൈഡ്. ഇവിടെ എൽ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ എൽ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യും, ഇല്ല നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു ചെറുതായി. പിന്നെ ഇവിടെ ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, r⁴ ആണ് അല്ലേ. ആർ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r⁴ ആണ്. ഈ മോളിലുള്ള ആറും ഇവിടുത്തെ ഈ ആറിന് ഒരു പവറും കൂടെ പോയി കഴിഞ്ഞാൽ r⁵ ആവും താഴെ ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 അല്ലേ, ആർ ക്യാൻസൽ ആയിപ്പോയി, 2 × 2LQ അല്ലേ, 2LQ ശരിയാണല്ലോ. 2 × 2LQ ഡിവൈഡഡ് ബൈ RQ. എന്താണ് 2LQ? 2LQ എന്താണ്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, P ആണ്. എന്താണ്, ഡൈപോൾ മൊമെന്റ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 2 × P/RQ എന്ന് കിട്ടും. 2 × P/RQ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. നല്ല ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾ ഈ ഇക്വേഷൻ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന ആ രീതിയിൽ നമ്മൾ എഴുതി ഫിഗറിൽ നിന്ന് ആ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും അതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക. ബാക്കി ഓൺ സോൾവിങ് വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേർ പി എന്ന് പറയുന്നത്, വേർ പി ഈസ് എന്താണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പറയുമ്പോൾ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും, ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പഠിച്ചു വയ്ക്കുക. 2-3 പ്രാവശ്യം എഴുതി നോക്കണം, എന്നിട്ട് കാണാതെ എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ശരിയാവും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, എന്താണ് ഈക്വലും ഓപ്പോസിറ്റും ചാർജസ് വന്നാൽ ഇരിക്കും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ വെച്ചിട്ട് നമ്മൾ ദിശ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത് പഠിച്ച് റെഡിയായി ശേഷം കാണാതെ എഴുതി നോക്കുക. ഡയഗ്രാം എല്ലാം ഡയഗ്രാം വരച്ച് പഠിക്കുക. സ്റ്റെപ്സ് മാത്രമല്ല ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് നിർത്തുന്നു.